നസ്രിയ കല്യാണം കഴിച്ചിട്ടും ഇപ്പോൾ അവർക്ക് മക്കളൊന്നും ആയിട്ടില്ല. കല്യാണം കഴിച്ചാലും നമുക്ക് നസ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മലൂടി മാറാത്തൊരു കുട്ടിയായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതുപോലെ നിഷ്കളങ്കമായിട്ടുള്ളൊരു അഭിനയമാണ്, നിഷ്കളങ്കമായിട്ടുള്ളൊരു മുഖമാണ്, അങ്ങനെയുള്ളൊരു നടിയാണ്. ശരിക്കും പറഞ്ഞാൽ 1994 തിരുവനന്തപുരത്താണ് ജനനം. സ്കൂൾ പഠിത്തമൊക്കെ നടന്നത് ഗൾഫിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരച്ഛൻ ഗൾഫിൽ നടന്നു. അപ്പോൾ ആ പഠനങ്ങളൊക്കെ അവിടെയാണ് നടന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് പിന്നെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു സിനിമ കിട്ടുന്നത്. 12-ാം വയസ്സിലാണ് കുളന്തേ എന്ന് പറഞ്ഞൊരു പടത്തിലാണ് നമ്മുടെ നസ്രിയ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മമ്മൂട്ടിയുടെ മകളായിട്ട് അഭിനയിച്ചു. പിന്നെ TV ആങ്കറിങ് ആയിട്ട് നമുക്ക് ഭയങ്കര നമ്മുടെ നസ്രിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ TV ആങ്കറിങ് ആയിട്ട് കുറേ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തമിഴിൽ നേരം എന്ന് പറഞ്ഞൊരു പടം, ആ ഒരു പടമാണ് ശരിക്കും തമിഴിൽ ബ്രേക്കായത്. ആ പടം ഗംഭീര ഹിറ്റാണ് അവിടെ. അപ്പോൾ അതിൽ നവീൻ പൊളിയൊക്കെ ഉണ്ട്. പിന്നെ രാജാറാണി എന്ന് പറഞ്ഞൊരു പടം വന്നു, അതും ഗംഭീരമായിട്ട് വന്നു. നയൻതാരയുടെ കൂടെ അതും ഗംഭീരമായിട്ട് പോയി. അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടൊരു പടം എനിക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടമാണ് ഓം ശാന്തി ഓശാന. അതിലത്തെ നമ്മുടെ നസ്രിയയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ അഭിനയമാണ്. ഇന്നിപ്പം നസ്രിയ ഫുള്ളായിട്ട് ഈ സിനിമാ ഫീൽഡിൽ അഭിനയം തുടർന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നടികളും ഇന്ന് ഔട്ടായേനെ. അത്രയും അവരെക്കാളൊക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ് നസ്രിയ. നമ്മൾ സൂക്ഷ്മദർശിനിയിൽ കണ്ടതാണ് അഭിനയം. ഇത്രയും നാളായിട്ടും ഈ സൗന്ദര്യത്തിനൊരു കുറവും വന്നിട്ടില്ല. ആ കൊച്ചുകുട്ടിയുടെ ആ നിഷ്കളങ്കത ഇപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്തിന് ആ സമയത്ത് ഇറങ്ങിയതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങി. അതിലിപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഭഗതുണ്ട്, കാര്യങ്ങളുണ്ട്. ഭഗതിനെ പടങ്ങളെ മുമ്പേ നസ്രിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭഗതിൻ്റെ ഒരു ഫാനാണ് നസ്രിയ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുമിച്ചൊരു പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ഇവർക്ക് കിട്ടുന്നത്. അത് കിട്ടിയോടുകൂടി നസ്രിയ പിന്നെ അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ഭഗതിനെ സ്നേഹിക്കുക ചെയ്യുന്നത്. ഭഗതിന് അങ്ങനെയൊന്നുമില്ല. ഭഗതിനെ സ്നേഹിക്കുക ചെയ്യുന്നത്. ലാസ്റ്റ് ഭഗതിനോടുള്ള പ്രേമം സ്നേഹം അങ്ങോട്ട് കൂടിയിട്ട് അവസാനം ഭഗതിനോട് പ്രേമം പറഞ്ഞത് നസ്രിയ തന്നെയാണ്. അപ്പോൾ ഭഗതിനും നസ്രിയനെ ഇഷ്ടപ്പെട്ടു. ഭഗതിനും അതുപോലെ തന്നെ നസ്രിയയുടെ അഭിനയവും കാര്യങ്ങളും അതുപോലെ കൊച്ചുകുട്ടികളെ പോലെയുള്ള പെരുമാറ്റങ്ങളും കുട്ടിത്വം നിറഞ്ഞുള്ള സംസാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭഗത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിന്നേക്കാളും 12 വയസ്സ് കൂടുതൽ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും ഒത്തുപോകും. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സിൽ വെറും നമ്പറാണ്, അതിലൊന്നൊരു വിഷയമില്ല. നമ്മൾ എത്ര കാലം സന്തോഷമായി ജീവിക്കുക, അതാണ് എൻ്റെ ഇത്. ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കുക. ഇനി ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ നല്ലതാണല്ലോ ഞാൻ ആരാധിക്കുന്ന ഒരു നടൻ. അതുപോലെ തന്നെ വയസ്സ് നമുക്കൊരു വിഷയമല്ല എന്നാണ് നസ്രിയ പറയുന്നത്. അങ്ങനെ അവർ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഇന്നവരെ ഒരു പ്രശ്നമില്ല. പിന്നെ നസ്രിയ ഒരു കാരണവശാലും ഗ്ലാമർ റോളിൽ അഭിനയിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീർത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഇപ്പോഴും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നസ്രിയും നല്ല നടിയാണ്. അതുപോലെ ഭഗത് അതിനേക്കാളും നല്ല നടനാണ്. ഇവർ നടനും നടിയായിട്ട് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സിനിമകൾ ഭഗത് അഭിനയിക്കുന്നുണ്ട്. അന്ന് ഇവർ രണ്ടുപേരും കൂടി ഒരു പടത്തിൽ അഭിനയിച്ചു. ആ പടം വേണ്ടത്ര വിജയിച്ചില്ല. കാരണം വെച്ചാൽ കഥാപാത്രം ശരിയല്ല, കഥ ശരിയല്ല, നസ്രിക്ക് ചെയ്യാനൊന്നുമില്ല. നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നസ്രിയെ പോലെ ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കാൻ ഇന്ന് മലയാളത്തിൽ വേറെ നടികളില്ല.